തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. തന്ത്രി കഴിഞ്ഞാൽ നാളെ മന്ത്രി വരുമോ വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഉള്ളത് പക്ഷേ തിരിച്ചുവിടാനുള്ള ശ്രമം ഗോപനൊക്കെ പറയുമ്പോൾ തന്ത്രി അറസ്റ്റ് ചെയ്തു, പത്മകുമാറിന് കുറ്റമില്ല, തന്ത്രിക്ക് കുറ്റമുണ്ട് എന്ന രൂപത്തിൽ പറയുന്നത് എനിക്ക് യോജിപ്പില്ല. പത്മകുമാർ അത് സംരക്ഷിക്കാൻ കാവൽ നിൽക്കേണ്ട ആളാണ്, ഗേറ്റ് കീപ്പറാണ്. അതുകൊണ്ട് പത്മകുമാറിന് കുറ്റമുണ്ട്. ഇനി തന്ത്രി പറഞ്ഞാലും ശബരിമലയുടെ വിഗ്രഹം എടുത്തുകൊണ്ട് നോക്കോളാൻ ആരെങ്കിലും പറഞ്ഞാൽ, തന്ത്രി പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മതിക്കുമോ? ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥന് വിളിയിട്ടുണ്ടല്ലോ, ശബരിമലയിലെ കുറേ സാധനങ്ങൾ പണം അവിടുത്തെ സ്വത്തെടുത്ത് കൊണ്ടുപോക്കോളാൻ തന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശബരിമല അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി മുതൽ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ പ്രസിഡന്റ് വരെ അത് സമ്മതിക്കുമോ? അപ്പോൾ തന്ത്രി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കയറ്റിയിരുന്നില്ല. ഇനി ഒരു കാര്യം കൂടി, പോറ്റിയുടെ കാര്യം. ശബരിമലയിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം, നിരവധി ആളുകൾ പല കാലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ബ്രാഹ്മണ്യത്തിൻ്റെ മറവിൽ പല കാലങ്ങളിൽ അവിടെ കയറിയിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, പോയിട്ടുണ്ട്. അത് UDFന്റെ കാലത്തോ LDFന്റെ കാലത്തോ ഒന്നല്ല. അതിന് എപ്പോഴും നിന്നിട്ടുള്ളത് അവിടുത്തെ ഈ ബ്രാഹ്മണ്യ എന്ന് പറയുന്ന അവരുടെ ആളുകളാണ്.